ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും വിത്ത് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടെക് സെക്ടർ ഭയങ്കര ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി കാരണം. ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റ് സ്കില്ല് പഠിച്ചിരിക്കുക, അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ സെർച്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എ ഏതെല്ലാം ജോബുകളെ റീപ്ലേസ് ചെയ്യും, ഏതെല്ലാം ഡാറ്റാ സയൻസിനെ റീപ്ലേസ് ചെയ്യും, എഐൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അതാണ് ആളുകൾ കൺസേൺസും സെർച്ചൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആളുകളുടെ ഉള്ളിൽ തന്നെ ഒരു ഫിയർ ഉണ്ട്. ഇത് പാർട്ട് ഓഫ് ഇറ്റ് കമ്പനീസ് തന്നെ ചെയ്യുന്നതാണ്. അതായത് കമ്പനീസ് ആ ഒരു ഫിയർ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ അവർക്ക് സാലറി നെഗോസിയേഷൻ്റെ ടൈമിലൊക്കെ ഒരു അപ്പർ ഹാൻഡ്, ഡെവലപ്പേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ കുറക്കുക എന്നുള്ളതും ഇതിലൊരു ചെറിയൊരു ആയിട്ടുള്ള ലക്ഷ്യമുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ പല ജോബുകളെയും അത് എഫക്റ്റ് ചെയ്യാം. സോ ഈ ഒരു കേസ് നോക്കിയാൽ ഇപ്പം ഓരോ കമ്പനീസ്, ഇതൊരു ബെയിനിൻ്റെ ജനറേറ്റീവ് എ സർവേ എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ്. അതായത് ഒരു കമ്പനി എവിടെയെല്ലാമാണ് ജനറേറ്റീവ് എ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി പൈലറ്റ് സ്റ്റേജിലും പ്രൊഡക്ഷൻ സ്റ്റേജിലും ആയിട്ട് എവിടെയെല്ലാം ഇത് യൂസ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു പ്രൊഡക്റ്റ് എൻഹാൻസ്മെൻറ്റ്സിന് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, ഇത്തരം ഏരിയാസിലെല്ലാം ഒരു പൈലറ്റിംഗ് സ്റ്റേജിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റേജിലോ ആയിട്ട് പ്രൊഡക്റ്റുകൾ കമ്പനീസ് ബിൽഡ് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്തരം ഫീൽഡുകളിൽ നമ്മൾ സ്കില്ലുകളും കാര്യങ്ങളും പഠിച്ച് അപ് ടു ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലീഗൽ ആൻഡ് HR ഇവർ വളരെ കുറച്ച് മാത്രമേ, അതായത് കമ്പനീസ് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ ഒരു റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലീഗൽ ആൻഡ് HR കുറച്ച് മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ പോലും ഭയങ്കരമായിട്ട് ബിസിനസ് വാല്യൂ ഡെലിവർ ചെയ്തിട്ടുണ്ട്. സോ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണോ ബിസിനസ് വാല്യൂ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ തരുന്നത്, അവിടോട്ടാണ് ബിസിനസ് ഗ്രോ ചെയ്യുക. അതായത് ആ രീതിയിലോട്ടുള്ള ഇൻകം സോഴ്സുകൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് വർക്ക് ചെയ്യുക. സോ ഇവിടെ ഇപ്പം സോഫ്റ്റ്വെയർ കോഡ് ഡെവലപ്മെൻറ്റ്, ലീഗൽ, HR ഇത്തരം സിറ്റുവേഷനിൽ ഈ ഇത്തരം ഇൻഡസ്ട്രീസ് ഡൊമൈൻസിലെല്ലാം ജനറേറ്റീവ് എ അപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് ഫാർ എക്സീഡിങ് ഓഫ് അവരുടെ ടാർഗറ്റ് ഗോൾ എക്സീഡ് ചെയ്യുന്ന രീതിയിലോട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇനിയും അവർ ആ ഒരു ഫീൽഡിൽ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ടെക്നിക്കൽ സെക്ടറിന് മാത്രമല്ല, എല്ലാ സെക്ടറിലുള്ളവരും അത് കറക്റ്റായിട്ട് ഈ ഒരു എ ഫോർ എവരി വൺ കോഴ്സോ അല്ലെങ്കിൽ അതുപോലെ ഒരു സിമ്പിളായിട്ടെങ്കിലും നിങ്ങൾക്ക് കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ടെക്നിക്കൽ സെക്ടറിലുള്ള ആളോ അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ആളെ കുറിച്ചാണെങ്കിൽ പോലും ഈ ഏജിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ടോപ്പ് 5 സ്കിൽസിനെ കുറിച്ചാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഒബ്വിയസ് ആണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഡിമാൻഡ് ആയിട്ടുള്ളത് ബിൽഡ് ചെയ്യുക. അതായത് നമ്മൾ മോഡൽസ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ അതാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വേണ്ടി വരുന്ന സ്കില്ല്. അതായത് എങ്ങനെയാണ് ഒരു മോഡൽസ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്, അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഏതായിക്കോട്ടെ. ഐ മീൻ അത് NLP, അതായത് ടെക്സ്റ്റിലാണെങ്കിലും ഓഡിയോയിലാണെങ്കിലും ഇനി കമ്പ്യൂട്ടർ വിഷനിലാണെങ്കിലും ഏതിലാണെങ്കിലും ഒരു അത് മോഡലിൻ്റെ ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്യാനും അത് ഡിസൈൻ ചെയ്യാനും അത് ട്രെയിൻ ചെയ്യാനും ഇത്തരം എല്ലാ കാര്യങ്ങളും, അതിന് വേണ്ട ഡാറ്റ ക്ലീൻ ചെയ്യാനും ഇതെല്ലാം ഉള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളെ മാറ്റി നിർത്തും. ഇത്തരം സ്കില്ലുകളും ഈ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം റോബോട്ടിക്സിലും അതുപോലെ പുതിയ ആർക്കിടെക്ചറുകൾ വരുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ജോബ്സാണ് ഇപ്പോൾ എഞ്ചിനീയർ, അതായത് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് റിസർച്ച്, അതായത് പുതിയ റിസർച്ചും പുതിയ ആർക്കിടെക്ചറുകളും ഒക്കെ അല്ലെങ്കിൽ പുതിയ ആൽഗോരിതംസ് ഒക്കെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന ടീംസ്, അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ്, അതായത് ഡാറ്റ ഉണ്ട് അതുപോലെ നമ്മൾ അതിലോട്ട് മോഡൽസ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പ്രൊഡിക്റ്റീവ് മോഡൽസും അല്ലെങ്കിൽ ഇൻസൈറ്റ്സും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജർ, പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന് വേണ്ട കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ. ഇനി വരുന്നതാണ് ബിൽഡ് വിത്ത് ഇത് എന്ന് പറഞ്ഞാൽ ഇത് അക്രോസ് ദ സ്പെക്ട്രം, അതായത് ഒരുപാട് ഡൊമൈനുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഒരു ടൂൾ ഉണ്ടാവും. ഈ ടൂള് നിങ്ങളുടെ ഡൊമൈനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് അത് എഫിഷ്യൻ്റ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ട രീതിയിലോട്ട് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഡെവലപ്പറെ കേസ് എടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക, പവേർഡ് ഡെവലപ്പർ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനറെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷനും അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഡിസൈനിങ്ങും ഇതെല്ലാം ഫാസ്റ്റാക്കി മാറ്റുക. അപ്പം ഒരു നിങ്ങൾ ഇപ്പം അഡോബിൻ്റെ ഫയർഫ്ലൈ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇമേജസ് എല്ലാം ഇട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ ഫൈനൽ ആ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെ എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ബിൽഡ് വിത്ത് അതായത് നിങ്ങൾക്കൊരു അസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്. ഇപ്പോൾ പവർ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ബിസിനസ്സിലുള്ള ഒരു വർക്ക് ഫ്ലോ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാം,
ഇത്തരം എല്ലാം കാര്യങ്ങൾ. ഇനി വരുന്നത് ഇത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് എസ്പെഷ്യലി റെലവൻ്റ് ആയിരിക്കുന്നത് ന്യൂ ഫോക്സിനാണ്. അതായത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കോളേജുകളിൽ നിന്നൊക്കെ പുതുതായിട്ട് ഇറങ്ങുന്ന ഗ്രാഡ്സ്, ഇവർ ഈ സ്കില്ല് ഉണ്ടായിരിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഇത് ഇല്ലാതെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഫ്രെയിംവർക്ക്, അതായത് എൻഡ് ടു എൻഡ് ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കാം. എന്നാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന ഫ്രഷേഴ്സിന് അവരെ ഓരോ കോഡിൻ്റെ ഓരോ പീസും ചിലപ്പം ChatGPT-യോട് ചോദിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ കോഡും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻഡ് ടു എൻഡ് ആയിട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് എൻഡ് ടു എൻഡ് ആയിട്ട് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻറ്റഗ്രേഷനും ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ AI യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നോളജ് വേണം. അതായത് AI അത് പവർഫുൾ ആണെങ്കിൽ പോലും അത് മിസ്റ്റേക്സ് വരുത്താം, അത് മിസ്ബിഹേവ് ചെയ്യാം, ചിലപ്പോൾ ഡാറ്റ പൈപ്പ് ലൈൻ ബ്രേക്ക് ചെയ്യാം, ചിലപ്പോൾ ഒരു ഔട്ട്ലെയർ വരുമ്പോൾ ഓട്ടോമേഷൻ പൈപ്പ് ലൈൻ ബ്രേക്ക് ചെയ്യാം. ഇത്തരം എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ഇത് എൻഡ് ടു എൻഡ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫാസ്റ്റ് ആക്കാനും എഫിഷ്യൻ്റ് ആക്കാനും AI യൂസ് ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സിസ്റ്റം ഫെയിൽ ചെയ്തതെന്ന് ഡയഗ്നോസ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് റെസിസ്റ്റ് AI. റെസിസ്റ്റ് AI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AIയും ഓട്ടോമേഷനും എല്ലാവരും യൂസ് ചെയ്യും, എല്ലാവരും വളരെ ഫെമിലിയറൈസ് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ചീറ്റിങ് അല്ലെങ്കിൽ സൈബർ ക്രൈംസ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാലമാണ്. അതായത് ഇപ്പം ഒരു ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ഏജന്റിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് കോൾ ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് പണം തട്ടുന്ന രീതി, ഇത്തരം കാര്യങ്ങളെല്ലാം ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ട ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, എസ്പെഷ്യലി മേ ബി ഇൻ സ്പെഷ്യലൈസ്ഡ് ഇൻ AI ബേസ്ഡ് അറ്റാക്ക്, അത്തരം അറ്റാക്കുകളിലോട്ട് പ്രിവെൻറ്റ് ചെയ്യാനും അത് വന്നാൽ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട കൗണ്ടർ മെഷേഴ്സ് എടുക്കാനും സാധിക്കുന്ന ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റുകൾക്ക് ഇനി സാധ്യത കൂടും. അപ്പോൾ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ AI ഗവേണൻസ് എക്സ്പേർട്ട്, ഇത്തരം ജോബ് പൊസിഷൻസിനെല്ലാം ഇനി സാധ്യത കൂടും. അടുത്തതാണ് ഡാറ്റ ഫോർ AI. ഇതെന്ന് പറഞ്ഞാൽ AIൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഡാറ്റയാണ്. അതായത് വെഹിക്കിളിന് പെട്രോൾ എന്നുള്ളത് പോലെ തന്നെയാണ് AIക്ക് ഡാറ്റ വേണം. അപ്പം നല്ല ഡാറ്റ ഉണ്ടെങ്കിൽ നല്ല മോഡൽസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ AIയിൽ പൊതുവെ നമ്മൾ പറയാറുള്ളത് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്നാണ്. നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ എത്രത്തോളം നല്ലതാണോ അതിന് അത്രത്തോളം നല്ല രീതിയിലോട്ടായിരിക്കും നിങ്ങളുടെ മോഡലിൻ്റെ പെർഫോമൻസ്. അപ്പോൾ നമുക്കൊരു ഡാറ്റ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാറ്റ എഞ്ചിനീയർ, അതായത് ഡാറ്റ പൈപ്പ് ലൈൻ ആക്കിയിട്ട് പുള്ള് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡാറ്റ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഡാറ്റ ലേബലിംഗ് സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ ഡാറ്റ അനോട്ടേറ്റർ, അതായത് അൺസ്ട്രക്ചേർഡ് ഡാറ്റനെ സ്ട്രക്ചേർഡ് ഡാറ്റ ആയിട്ട് മാറ്റുന്ന ഡാറ്റ ലേബലിംഗ് സ്പെഷ്യലിസ്റ്റിൽ ഡാറ്റനെ ടാഗ് ചെയ്യുന്നത്. ഈ ഒരു ഡാറ്റ ലേബലിംഗ് അല്ലെങ്കിൽ ഡാറ്റ അനോട്ടേറ്റിംഗ് സെക്ടറിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യത. അതായത് ഇത് വളരെ ഈസിയാണ്, പക്ഷേ ഒരു ഡൊമൈൻ നോളജ് വേണം. ഇപ്പോൾ ലെറ്റ്സ് കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്സിലൊരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ഡാറ്റ അൺസ്ട്രക്ചേർഡ് ഡാറ്റനെ സ്ട്രക്ചേർഡ് ഡാറ്റയാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഡൊമൈനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അവർക്ക് ജോലി സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ AI ക്വാളിറ്റി അഷുറൻസ് അനലിസ്റ്റ്, അതായത് AIൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം നല്ലതാണ് ഇതെല്ലാം അനലൈസ് ചെയ്യുന്ന, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു ജോബാണിത്. അതുപോലെ തന്നെ AI എത്തിസിസ്റ്റ്, അതായത് ഇതിൻ്റെ AIൻ്റെ എത്തിക്കൽ സൈഡ് നോക്കുന്നതാണ്. അതായത് AI നമ്മളുണ്ടാക്കിയ AI മോഡൽ ഏതെങ്കിലും റേസിനോടോ ജെൻഡറിനോടോ ബയാസ്ഡോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് AI എത്തിസിസ്റ്റിൻ്റെ പണി. അപ്പോൾ ഈ 5 എണ്ണാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡാറ്റ ഫോർ AI ആണ്. അതായത് AIക്ക് വേണ്ട ഡാറ്റ റെഡിയാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് ബെയിനിൻ്റെ സെയിം റിപ്പോർട്ടിൽ നിന്നുള്ളതാണ്. ഒരു കമ്പനീനെ എന്താണ് AI ഇംപ്ലിമെൻ്റ് ചെയ്തതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി ഓർ അക്യൂറസി കൺസേൺസ്, അതുപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി കൺസേൺസ്, അതേപോലെ കമ്പനി ഡാറ്റ റെഡിയല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും IP, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കൺസേൺ. IP എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള അവരെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇത് ഒരു കോമ്പറ്റീറ്ററുടെ കയ്യിൽ കിട്ടിയാൽ അവർ എഡ്ജ് മിസ്സാവും. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെ ഡാറ്റ റെഡിയാക്കാം എന്നുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺസേണുകൾ, ഒരുപാട് ജോലി സാധ്യതകളും സ്കില്ലുകളാണ് ഇനിയുള്ളത്. സോ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് 5 സ്കിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്
ഒന്ന് ബിൽഡ് ചെയ്യുക, അതായത് എ ഐ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക. രണ്ട് ബിൽഡ് വിത്ത് എ ഐ, അതായത് എ ഐ ടൂൾസ് നിങ്ങളുടെ അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ കറണ്ട് ഫ്രെയിംവർക്കിനെ എഫിഷ്യൻ്റ് ആൻഡ് ഫാസ്റ്റ് ആക്കി മാറ്റുന്ന ഒരു സ്കില്ലാണത്. അടുത്തത് ബിൽഡ് വിത്തൗട്ട് എ. ഇത് യഥാർത്ഥത്തിൽ നോളജ് ആണ്. ഇത് എസ്പെഷ്യലി ഫ്രഷേഴ്സിനാണ് ഇമ്പോർട്ടൻറ്റ്. എ ഐ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഒരു സൊല്യൂഷനെ എൻഡ് ടു എൻഡ് ആയിട്ട് ബിൽഡ് ചെയ്യാം. ഇത് ഒരു എ ഐ സൊല്യൂഷൻ വെച്ച് ബിൽഡ് ചെയ്യുമ്പോൾ എറേഴ്സ് എല്ലാം ഡയഗ്നോസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റ് എ ഐ ബേസ്ഡ് ക്രൈംസും എ ഐ ബേസ്ഡ് സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസിനെയും റിസോൾവ് ചെയ്യുന്ന ഒരു സാധ്യതയാണിത്. അടുത്തത് ഡാറ്റ ഫോർ എ. ഡാറ്റ ഫോർ എ എന്ന് പറഞ്ഞാൽ എ ഐക്ക് വേണ്ട ഡാറ്റ സ്ട്രക്ചേർഡ് ആയിട്ടും അതുപോലെ തന്നെ അതിനെ വേണ്ട രീതിയിലോട്ട് പൈപ്പ് ലൈൻ ആയിട്ട് പുൾ ചെയ്യുന്നതും അതുപോലെ എന്റെ ഔട്ട്പുട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡാറ്റ ഫോർ എ. ഇത്തരം സിറ്റുവേഷനിൽ കൺസേൺ ആവില്ല വേണ്ടത്, നമ്മൾ പുതിയ സ്കില്ലുകൾ പഠിക്കുക, അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഈ റിപ്പോർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.